തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തുള്ള തിരുപ്പുറക്കുണ്ട്രം എന്ന മലമുകളിൽ കാർത്തിക ദീപം തെളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 19 ദിവസത്തിനു ശേഷം ആ മലമുകളിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ആദ്യമായി ഭക്തർക്ക് ഇന്നലെ പ്രവേശനം നൽകേണ്ടി വന്നു. ഈ മധുര ജില്ലാ അധികൃതർ ഒടുവിൽ ഭക്തജന രോഷത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ തിരുപ്പുറക്കുണ്ട്രത്തെ മലമുകളിലെ ഈ കാർത്തിക ദീപം തെളിക്കുന്ന ആ കുന്നിന് സമീപത്തായിട്ട് അവിടെ ഒരു ദർഗ, സിക്കന്ദർ ദർഗ എന്ന ഒരു ദർഗയുണ്ട്. ഈ ദർഗയിലെ വിശ്വാസികൾക്ക്, ഈ ദർഗയിൽ ആരാധന നടത്തുന്നവർക്ക് ഈ കാർത്തിക ദീപം തെളിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് സർക്കാർ, MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാർ ഈ മുരുക ഭക്തരായ വിശ്വാസികൾക്ക് അവിടെ പ്രവേശിക്കുന്നതിനും കാർത്തിക ദീപം തെളിക്കുന്നതിനുമുള്ള അനുമതി റദ്ദാക്കിക്കൊണ്ട് നിലപാടെടുത്തത്. അത് കോടതി കയറിയതും കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് ഭക്തർക്ക് ലഭിച്ചതും, എന്നാൽ ആ ഉത്തരവിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് തമിഴ്നാട് ഭരണകൂടം അതിനെതിരെ നിലപാടെടുത്തതും, എന്നിട്ട് സുപ്രീം കോടതിയിൽ പോയതും ഒക്കെ നമുക്ക് അറിയാം. ഇവിടെ ഇപ്പോൾ ഈ മലമുകളിലെ ദർഗയ്ക്ക് സമീപം ഒരു കാശി വിശ്വനാഥ ക്ഷേത്രമുണ്ട്. ആ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ഭക്തർ പ്രവേശിച്ചിരുന്നതിന് 19 ദിവസം മുമ്പ് തമിഴ്നാട് സർക്കാർ തടയുകയായിരുന്നു, തമിഴ്നാട് പോലീസിനെ ഉപയോഗിച്ച്. എന്നാൽ അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ഈ ദർഗയിൽ ഒരു ആഘോഷം നടന്നു. സന്തനക്കൂട് എന്ന് പറയുന്ന ആഘോഷമാണ് അവിടെ നടത്തിയത്. അതിലേക്ക് ഇസ്ലാം വിശ്വാസികൾ ധാരാളമായിട്ട് ഒഴുകിയെത്തി എന്ന് മാത്രമല്ല, അവർക്ക് അവിടെ കൊടി ഉയർത്തുന്നതടക്കമുള്ള ചടങ്ങുകൾക്ക് അനുമതിയും ലഭിച്ചു. എന്നാൽ ഈ ദർഗയ്ക്ക് സമീപമുള്ള പതിറ്റാണ്ടുകളല്ല, സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം, ആ ക്ഷേത്രത്തിലേക്ക് ഭക്തർക്ക് പ്രവേശിച്ചുകൂടാ എന്നാണ് സ്റ്റാലിൻ്റെ തിട്ടൂരം. ഈ പഴനിയാണ്ടവർ സ്ട്രീറ്റിലെ 14 സ്ത്രീകൾ, വനിതാ രത്നങ്ങൾ ഈ സ്റ്റാലിൻ്റെ തിട്ടൂരം വലിച്ചു കീറിക്കൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. അവരോടൊപ്പം മറ്റു 3 പേർ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 17 പേർ രംഗത്തെത്തി. എന്നാൽ അധികൃതർ ഇവരെ തടയുകയും അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടുകൂടി പ്രദേശത്തുനിന്ന് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് അവിടേക്ക് ഒഴുകിയെത്തി. തമിഴ്നാട് പോലീസ് അന്തം വിട്ടുപോയി. കാരണം ജനസാഗരമായിരുന്നു, ഭക്തസാഗരമായിരുന്നു അവിടെ അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഒടുവിൽ ഈ ദർഗ തവിട് പൊടിയാകും എന്ന് പോലീസിന് മനസ്സിലായപ്പോൾ, കാരണം അവിടെ തടിച്ചുകൂടിയ മനുഷ്യർ ഒന്നടങ്കം, മുരുക ഭക്തർ ഒന്നടങ്കം, ശിവഭക്തർ ഒന്നടങ്കം ആവശ്യപ്പെട്ടത്, ഇനി ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പ്രവേശനം നടത്തി ഭക്തർക്ക് ആരാധന നടത്താനുള്ള അനുമതി നൽകിയതിനു ശേഷം മതി മറ്റു ചടങ്ങുകൾ, അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ അങ്ങോട്ടേക്ക് പ്രവേശിക്കും എന്ന ശക്തമായ കടുത്ത മുന്നറിയിപ്പ് നൽകുകയും അവർ അതിന് തയ്യാറാവുകയും ചെയ്തു. തോക്കുകളും തിരകളും പോരാതെ വരും എന്ന് തമിഴ്നാട് പോലീസിന് മനസ്സിലായി. അതുകൊണ്ട് കൂടിയാണ് അവർ വളരെ പെട്ടെന്ന് തന്നെ ദർഗയിലെ ആഘോഷം നിർത്തിവെപ്പിച്ചു. തുടർന്ന് ജില്ലാ അധികൃതർ ഭക്തജന കൂട്ടായ്മയുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും ഭക്തരെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയും ചെയ്തത്. അങ്ങനെ ഒടുവിൽ 19 ദിവസത്തിനു ശേഷം ഈ മുരുക ഭക്തർ, ശിവഭക്തർ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന നടത്തി എന്നുള്ളതാണ്. ഇത് ഒരു നിസ്സാര കാര്യമല്ല. തമിഴ്നാട് സർക്കാർ തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞിരിക്കുകയാണ്. ഈ സിക്കന്ദർ ദർഗയിൽ ആരാധന നടത്തുന്നതിന് കുഴപ്പമില്ല, ഇസ്ലാം വിശ്വാസികൾക്ക് അതൊക്കെ ചെയ്യാം. എന്നാൽ അതിനും എത്രയോ കാലം മുമ്പ്
അവിടെ ആരംഭിച്ച, അവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിലെ കാർത്തിക ദീപം തെളിക്കുന്ന ചടങ്ങ് മുരുക ഭക്തർക്ക് ചെയ്യാൻ പാടില്ല, ശിവഭക്തർക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഏത് മാനദണ്ഡത്തിന്റെ, എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ MK സ്റ്റാലിൻ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, MK സ്റ്റാലിനും അദ്ദേഹത്തിന്റെ സർക്കാരും തമിഴ് മക്കളുടെ ക്ഷമ പരീക്ഷിക്കരുത്, അവരുടെ സഹിഷ്ണുത അളന്ന് തിട്ടപ്പെടുത്താൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും എന്ന് ഈ സംഭവം തെളിയിക്കുന്നു. കാരണം ഭക്തജനങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ കൂട്ടം കൂട്ടമായിട്ട് അവിടെ എത്തുകയും ഈ ദർഗയിലേക്ക് അല്ലെങ്കിൽ ആ ക്ഷേത്രമിരിക്കുന്ന കുന്നിലേക്ക് അവർ അതിക്രമിച്ച് കിടക്കുകയും ചെയ്യും എന്ന് അവിടെ കൂടിയിരുന്ന, അല്ലെങ്കിൽ അവിടെ സുരക്ഷയൊരുക്കാൻ നിയോഗിക്കപ്പെട്ട തമിഴ്നാട് പോലീസിലെ സേനാംഗങ്ങൾക്ക് മനസ്സിലായി. അവർ ഉടൻ തന്നെ ജില്ലാ ഭരണകൂടത്തോട് ബന്ധപ്പെടുകയും എത്രയും വേഗം ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഗതികെട്ട ജില്ലാ ഭരണകൂടം ഒടുവിൽ ഭക്തരുടെ വാദങ്ങൾക്ക് മുന്നിൽ, അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഭക്തരെ ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്നും അവിടെ അവർക്ക് ആരാധന നടത്താനുള്ള സൗകര്യം ഒരുക്കാമെന്നും ജില്ലാ ഭരണകൂടം ഒടുവിൽ സമ്മതിച്ചു. സ്റ്റാലിൻ മൂക്കും കുത്തി വീണു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. നോക്കൂ, അവിടെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ, അവിടെ ഒരു സംഘർഷ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടു കൂട്ടരെയും തടയണമായിരുന്നു. നമുക്ക് ആരോടും മമതയില്ല, ആരോടും പക്ഷപാതിത്വമില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത, അവിടെ ഒരു പ്രകോപനം ഉണ്ടായാൽ അവിടെ സംഘർഷം നടക്കും എന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ സ്റ്റാലിൻ സർക്കാർ ചെയ്യേണ്ടത് ഇരു കൂട്ടരെയും അവരവരുടെ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയണമായിരുന്നു. എന്നാൽ അത് ചെയ്യാതെ കേവലം ഹിന്ദുക്കളായ മുരുക ഭക്തരെ, ശിവഭക്തരെ മാത്രം തടഞ്ഞു നിർത്തുകയും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുകയും അവരുടെ ആഘോഷങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്തു. അപ്പുറത്ത് ഇസ്ലാം മതവിശ്വാസികളെ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്തു. അവർക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി കൊടുത്തു. അവർ സന്തനക്കൂട് എന്ന ആഘോഷം ഭംഗിയായി നടത്താൻ ആരംഭിച്ചു. കൊടി ഉയർത്തി. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ജനം സർവസീമകളും ലംഘിച്ചുകൊണ്ട്, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് അടങ്ങി നിന്ന ജനം സർവസീമകളും ലംഘിച്ച് മുന്നോട്ട് വന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം ആബാലവൃദ്ധം ഭക്തർ, മുരുക ഭക്തർ, ശിവഭക്തർ അവിടേക്ക് കടന്നു കയറി ആ ക്ഷേത്രത്തിൽ തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കും എന്ന് ഉച്ചൈസ്തരം ഘോഷിച്ചു. ഒടുവിൽ നിവൃത്തികെട്ട് ജില്ലാ ഭരണകൂടത്തിന് അതിന് വഴങ്ങേണ്ടി വന്നു. അല്ലാത്ത പക്ഷം അവർ ആ ദർഗയിലേക്ക് കടന്നു ചെന്ന് ദർഗയിലെ മുഴുവൻ ആരാധനയും നിർത്തിവയ്പ്പിക്കുമായിരുന്നു. അത് വലിയ സംഘർഷത്തിലേക്ക് പോകുമായിരുന്നു. ഇത് ഉണ്ടാകാതെ നോക്കാൻ ജില്ലാ ഭരണകൂടത്തിന് ഒടുവിൽ ഈ ഭക്തർക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു. എന്തായാലും ഇത് സ്റ്റാലിന് ഒരു മികച്ച പാഠമാണ്. ഇതിൽ നിന്ന് സ്റ്റാലിൻ മനസ്സിലാക്കട്ടെ എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. ഇനിയും മുരുക ഭക്തരുടെ, ശിവഭക്തരുടെ, ഹിന്ദുക്കളുടെ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കരുത്. സനാതനധർമ്മം വൈറസാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഈ കൂട്ടരിൽ നിന്ന്, അലറി വിളിക്കുന്ന ഇവരിൽ നിന്ന് നീതി നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. എന്തിന് ഹൈക്കോടതിയെ പോലും മുൾമുനയിൽ നിർത്തുന്ന, ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്ന ഒരു സർക്കാരിന്റെ പിടിപ്പുകെട്ട ഭരണം നയിക്കുന്ന സർക്കാരിൽ നിന്ന് മറ്റൊന്നും തന്നെ പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. ഇവിടെ കാര്യങ്ങൾ കുറെ കൂടി തെളിമയോടുകൂടി തെളിഞ്ഞിരിക്കുന്നു. അതായത് ഹിന്ദുക്കളെ, മുരുക ഭക്തരെ, ശിവഭക്തരെ ഇനിയും അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം വളരെ ഭയാനകവും മോശവുമായിരിക്കും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.